എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചും അഥവാ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചും പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് സീരീസ് വെയർ ഫ്രീക്വൻസീസ് ആർ ഗിവൺ ബട്ട് വിത്തൗട്ട് ക്ലാസ് ഇൻ്റർവെൽസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസീസ് കൂടെ നൽകുമ്പോൾ അത്തരത്തിലുള്ള സീരീസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. അവിടെ ക്ലാസ് ഇൻ്റർവൽ ഉണ്ടാവില്ല. ക്ലാസ് ഇൻ്റർവലോട് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലേ. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ വേരിയബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ അതിൽ വേരിയബിൾസിന് പുറമെ ഫ്രീക്വൻസീസ് കൂടെ തന്നിട്ടുണ്ടാവും. ക്ലാസ് ഇൻ്റർവൽസ് കൂടെ തരുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും ഒപ്പം തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചും അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ അല്ലേ. സിഗ്മ എഫ് എക്സ് നമുക്കിവിടെ ഫ്രീക്വൻസി കൊണ്ട് തന്നിരിക്കുന്നത് കൊണ്ട് ഫ്രീക്വൻസീനെ എക്സ് കൊണ്ട് വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടെത്തണം അല്ലേ. അതിനെയാണ് നമ്മുടെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദി വേരിയബിൾ ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലേ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ്റെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ടോട്ടലാണ് ഇവിടെ എന്നായിട്ട് എടുക്കേണ്ടത്. മാറിപ്പോകരുത്. നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിൽ എത്ര വേരിയബിൾ ഉണ്ടോ അതിൻ്റെ എണ്ണമായിരുന്നു എടുത്തിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുമ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഓർത്തിരിക്കുക. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അരിത്തമെറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സ്റ്റെപ്പ് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്താൽ മതി. അതാണ് അല്പം കൂടി ഈസി ആയിട്ട് പറയുന്നത് അല്ലേ. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ അസ്യൂംഡ് മീനൊക്കെ കണ്ടുപിടിച്ച് കുറച്ചുകൂടെ കൂടുതൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ് ഈസി ആയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ഷൂ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ഷൂ 4, 8, 12, 16, 20. നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് 6, 12, 18, 15, 9 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് 4 ഇഞ്ചിൻ്റെ ഷൂ, 4 ഇഞ്ചായിരിക്കും അല്ലെങ്കിൽ അളവിലുള്ള ഷൂ എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ 6 സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നുണ്ട്. 8ൻ്റെ ഷൂ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട്? 12 കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്ര ഇഞ്ചിൻ്റെ ഷൂ ആണ് ആ ക്ലാസ്സിലെ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് എഫ് എന്ന് പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതാണ് എഫ് എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ഷൂ ആണല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫും എക്സ് എന്ന് പറയുന്നത് ഈ സൈസ് ഓഫ് ഷൂമായിട്ട് എടുക്കുക. ഇനി നമുക്ക് 3 കോളങ്ങൾ വേണം. കമ്പ്യൂട്ടേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ എക്സ് ആണ് എടുക്കുന്നത്, അതായത് സൈസ് ഓഫ് ഷൂ അല്ലേ. എക്സ് നമ്മൾ കോളം വൈസ് താഴോട്ട് എഴുതുന്നു. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുന്നു. 4, 8, 12, 16, 20 അല്ലേ. അതിനുശേഷം നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് എഴുതുന്നു അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം എഴുതുന്നു അല്ലേ. 6, 12, 18, 15, 9. പിന്നെ നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം. കാരണം എന്താണ്, നമുക്ക് ഇക്വേഷനിൽ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ. അതിനുശേഷമാണ് നമുക്ക് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി? ഈ എക്സിനെ, ഈ കോളത്തിലുള്ള എക്സിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതായത് 4 × 6 എത്രയാണ്? ഈസ് ഈക്വൽ ടു 24 അല്ലേ. 8 × 12 ഈസ് ഈക്വൽ ടു 96. 12 × 18 ഈസ് ഈക്വൽ ടു 216 അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എക്സിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. എഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എഫ് അല്ലെങ്കിൽ എഫ് ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എഫ് എക്സ് ഈ കോളത്തിലെ ഓരോ വാല്യൂവും കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ ഈ കോളം ടോട്ടൽ ചെയ്യുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് 756 ഇവിടെ കിട്ടും. എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് അല്ലേ. ഇതായിരുന്നല്ലോ ഫ്രീക്വൻസി. അതിൻ്റെ ടോട്ടൽ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 60 എന്നും കിട്ടും അല്ലേ. അപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് 756. 60 ആണ് എന്ന് വരുന്നത്. അപ്പോൾ 756 ഡിവൈഡ് ബൈ 60 അല്ലേ. 12.6 ആണ് നിങ്ങൾക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടുക. അത് ഡയറക്റ്റ് മെത്തേഡിൽ അല്ലേ.
അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡിവിജ്വൽ സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഫ്രീക്വൻസിയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ എന്നായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുമ്പോൾ ഫ്രീക്വൻസിയുടെ തരുന്നതുകൊണ്ട് അത് സിഗ്മ എഫ് എക്സ് എന്നാവുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം അല്ലേ. അപ്പം അങ്ങനെ നിങ്ങളത് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക, ഓർത്തിരിക്കുക, ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഓർത്തിരിക്കേണ്ടത് എന്നിൻ്റെ ടോട്ടലാണ് ഇവിടെ, അല്ല ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇവിടെ എൻ ആയിട്ട് വരുന്നത് അല്ലേ. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്നാൽ ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്കറിയാം അസ്യൂംഡ് മീൻ എടുത്തുകൊണ്ട് ആണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും അല്ലേ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്, എക്സ് ബാർ നമുക്കറിയാം അരിത്തമാറ്റിക് മീൻ ആണ് അല്ലേ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. ഇവിടെ ഡി നമുക്ക് അഡീഷണൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് ദി വേരിയബിൾ ഫ്രം ദി അസ്യൂംഡ് മീൻ ആണ് അല്ലേ. ഡീവിയേഷൻ ഓഫ് ദി വേരിയബിൾ ഫ്രം ദി അസ്യൂംഡ് മീൻ, അതായത് നമുക്ക് ഓരോ വേരിയബിളിനെയും നമുക്ക് വേരിയബിളിൽ നിന്ന് അസ്യൂംഡ് മീൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അതായത് എക്സ് മൈനസ് എ എന്ന് പറയും. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടും ഒരു ഡി തന്നെയാണ്. അതായത് എക്സ് മൈനസ് എ, ഇതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എഴുതിയാലും മതി. എക്സ് മൈനസ് എ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ. ഡീവിയേഷൻ ഓഫ് ദി വേരിയബിൾ ഫ്രം ദി അസ്യൂംഡ് മീൻ. എങ്ങനെയാണ് നമുക്ക് അതിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ ഇതാണ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പും നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരെ കടക്കാം. കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്. സൈസ് ഓഫ് ഷൂ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും നമുക്ക് കോളം വൈസ് നമ്മൾ എഴുതുന്നു. ആദ്യം നമ്മൾ എക്സ് സൈസ് ഓഫ് ഷൂ ഈ പറഞ്ഞിരിക്കുന്ന 4, 8, 12, 16, 20 നമ്മൾ എടുത്തെഴുതുന്നു. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി എഴുതുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. അത് നമ്മൾ താഴെ എഴുതുന്നു അല്ലേ. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലേ. ഡി കണ്ടുപിടിക്കേണ്ടത് ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂവിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് അസ്യൂംഡ് മീനായിട്ട് നമ്മൾ എടുക്കുന്നു അല്ലേ. ഒരു അസ്യൂം ചെയ്തൊരു മീനായിട്ട് നമ്മൾ എടുക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഡി കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണം എടുക്കാം. 4 എടുക്കാം, 8 എടുക്കാം, 12 എടുക്കാം, 16 എടുക്കാം, 20 എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതുള്ളൂ. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത് 12 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് അസ്യൂംഡ് മീൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റത്തെ നിങ്ങൾ എടുക്കുക. ഏതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഇതിന് ഒന്ന് തന്നെ ആൻസർ കിട്ടും അല്ലേ. 8 എടുത്താലും 12 എടുത്താലൊക്കെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ 12.6 ഒന്ന് തന്നെയായിരിക്കും കേട്ടോ. അതിന് സംശയമൊന്നുമില്ല, നിങ്ങൾ മാറി ചെയ്ത് നോക്കാവുന്നതുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ അസ്യൂംഡ് മീൻ എടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ എക്സിലെ ഓരോ വാല്യൂവിനെയും ആദ്യം തന്നെ നമുക്ക് 4 - 12 അല്ലേ. 4 - 12 -8 നമുക്ക് കിട്ടും. 4 - 12 -8, 8 - 12 -4, 12 - 12 0 അല്ലേ. അതാണ് പറയുന്നത് എക്സ് മൈനസ് ഡി എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഒരു എക്സ് മൈനസ് എ അല്ലെ. എക്സ് മൈനസ് എ അങ്ങനെപ്പോഴാണ് നമുക്ക് ഡി കിട്ടുന്നത് അല്ലേ. ഡി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് മൈനസ് എ, എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫ്രീക്വൻസി ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ കോളത്തിൽ തന്നെയുള്ള ഓരോ ഐറ്റത്തെയും എക്സിന്റെ ഓരോ വാല്യൂവിനെയും അസ്യൂംഡ് മീൻ അതിൽ നിന്ന് കുറയ്ക്കണം അല്ലേ, ഓരോ വാല്യൂവിൽ നിന്നും. അപ്പോൾ 12 - 4 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. നിങ്ങൾ എക്സ് മൈനസ് എ എന്നുള്ളത് ഓർത്തിരിക്കുക. 4 - 12 ആണ് 8 - 8 അല്ലേ. അതുപോലെ 12 - 12 0 ആണ്. ഇനി 16 - 12 അല്ലേ. എക്സ് മൈനസ് അസ്യൂംഡ് മീൻ എന്നാണ്. അപ്പോൾ 16 - 12 +4 എന്ന് വരും. 20 - 12 +8 എന്ന് വരും അല്ലേ. അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ്? എഫ് ഡി കണ്ടുപിടിക്കണം അല്ലേ. എഫ് എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ എഫ് ഇൻറ്റു ഡി അല്ലേ. 6 × -8 -48 എന്നാണ് അല്ലേ. ഒരു പ്ലസ് സംഖ്യ മൈനസ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ചിഹ്നമാണ് വരുന്നത് അല്ലേ. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. -8 ഇൻറ്റു മൈനസ് ആദ്യം അടിച്ചിട്ട് 8 അടിക്കുക, ഇൻറ്റു 6 അടിക്കുമ്പോൾ നിങ്ങൾക്ക് -48 എന്ന് കിട്ടും അല്ലേ. അപ്പം അങ്ങനെ ചെയ്താലും മതി. ഇനി 12 ഇൻറ്റു -4 എന്ന് വെച്ചാൽ -48 എന്ന് വരും. 18 ഇൻറ്റു 0 0 ആണ്. 15 ഇൻറ്റു 4 അല്ലേ +60 ആണ് വരുന്നത്. 9 ഇൻറ്റു 8 72 അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തത്? മൈനസിൻ്റെ ഐറ്റം എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം, പ്ലസിൻ്റെ ഐറ്റം സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം അത് തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് സിഗ്മ എഫ് ഡി കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ നമുക്ക് -48 -48 എത്രയാണ് വരുന്നത്? -96 വരും. -60 -72 എത്രയാണ് വരുന്നത്? +132 വരും അല്ലേ. +132 -96 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 വരും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ചിഹ്നങ്ങൾ, രണ്ട് സൈനുള്ള രണ്ട് ചിഹ്നങ്ങൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുത്താൽ മതി എന്നാണ് അല്ലേ. അപ്പോൾ 132 - 96 36 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ് അല്ലേ. അപ്പോൾ +36 എന്നാണ് അതിന്റെ ആൻസർ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററും ചെയ്യാവുന്നുള്ളൂ. -96 എന്ന് കാൽക്കുലേറ്റർ അടിക്കുക, +132 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 36 എന്ന ആൻസർ കിട്ടുന്നതാണ്.
ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. സിഗ്മ എഫ് ഡി എന്നുള്ളത് നമുക്കിവിടെ കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഇൻറ്റു ഡി നമ്മൾ കണ്ടുപിടിച്ചു, എഫ് ഡി കണ്ടുപിടിച്ചു, ആൻഡ് അതിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു 36 കണ്ടുപിടിച്ചു അല്ലേ. ഇപ്പൊ സിഗ്മ എഫ് ഡി ആണ്. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഈ ഫ്രീക്വൻസി അതിന്റെ ടോട്ടൽ 60 അല്ലേ. അപ്പൊ നമുക്ക് 36 ഡിവൈഡ് ബൈ 60 അല്ലേ. ഈ സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ എൻ ആദ്യം ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ ആദ്യം ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന ആൻസറിന്റെ കൂടെയാണ് നിങ്ങൾ ഈ എ കൂട്ടേണ്ടത് കേട്ടോ. അത് ഓർത്തിരുന്നോണം. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അപ്പം 36 ഡിവൈഡ് ബൈ 60 0.6 കിട്ടും. അതിന്റെ കൂടെ നമ്മൾ 12 എയും കൂടെ കൂട്ടുന്നു അല്ലേ. അപ്പൊ നമുക്ക് 12.6 ആൻസർ ലഭിക്കുന്നു. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും നമുക്ക് സെയിം ആൻസർ ആണ് വരുന്നത്. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് അതിലെങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് അല്ലേ, അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടെ ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.